എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ഓണം വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ രാത്രി തന്നെ തലേന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേ തലേന്ന് രാത്രി തന്നെ പൂക്കളൊക്കെ അത്തപ്പൂ ഇടാൻ വാങ്ങാനും പിന്നെ ദൈവത്തിനൊക്കെ വെക്കണമല്ലോ, അങ്ങനെ അതൊക്കെ പോയി വാങ്ങി ഇതെല്ലാം കൊണ്ടുവന്നു കേട്ടോ. ഇനി ഇതൊക്കെ നാളെ ഇരുന്നിട്ട് ഈ പൂവൊക്കെ പൊഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് ഈ അത്തപ്പൂ ഇടാൻ. അപ്പോൾ തലേന്ന് തന്നെ നമ്മളെല്ലാം വാങ്ങി സെറ്റൊക്കെ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്നും രാവിലെ എണീറ്റ് വിളക്ക് വെക്കാറുണ്ട്. അപ്പോൾ അതിന് രാവിലെ പിറ്റേ ദിവസം എണീറ്റു, എന്നിട്ട് പൂവൊക്കെ വെച്ചത് ഇങ്ങനെയെല്ലാം ഒതുക്കി എന്നിട്ട് ഞാൻ കത്തിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടെറിക്കുട്ടൻ ഇവിടെയുണ്ട്, ബാക്കി രണ്ടുപേരെ കൂട്ടിലാക്കിയേക്കാണ് കേട്ടോ. കാരണം ഭയങ്കര കുർത്തക്കേടാണ്. അങ്ങനെ നാരും രാവിലെ എണീറ്റ് പൂവൊക്കെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പൊഴിച്ച് വെച്ചിട്ട് വേണമല്ലോ അത്തപ്പൂ ഇടാൻ. അപ്പോൾ വിളക്കത്തിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഡെയിലി 4 മണിക്ക് രാവിലെ ഞാൻ എണീക്കാറുള്ളതുകൊണ്ട് തന്നെ ആരും എൻ്റെ കൂടെ 4 മണിക്ക് അങ്ങ് എണീക്കും. അങ്ങനെ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും 4 മണി തൊട്ടേ അങ്ങ് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കത്തിക്കാൻ ഇന്ന് ലാവിഷായിരുന്നു. പൂവൊക്കെ ഒരുപാടുള്ളുണ്ട്, കുറച്ച് പൂവൊക്കെ വെച്ച് കിട്ടോ. എന്നിട്ടൊക്കെയാണ് വിളക്ക് കത്തിച്ചത്. പിന്നെ ഓണമല്ലേ, അപ്പം നമ്മൾ പൂക്കളാണല്ലോ മെയിനായിട്ട് ഓണത്തിന്. ഇങ്ങനെ നിറയെ പൂവും കളേഴ്സും ഒക്കെ ആണല്ലോ ഒരു ഓണമെന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പൂ ഒക്കെ ഇവിടെ ഇങ്ങനെ കെട്ടി ഇതേപോലെ തോരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പാണ് അത്തപ്പൂ ഇടൽ. അപ്പം ഞാൻ വെളിയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സ്ഥിരം ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുദ്ധയ്ക്കും പൂ വെച്ചിട്ടുണ്ട്. അവിടെ ഞാനൊരു സാമ്പ്രാണിയൊക്കെ പോയിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എണീറ്റ് രാവിലെ കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് പൂവ് ഓരോന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കൽ എൻ്റെ പണിയാണ്. അത്തപ്പൂ ഇടൽ നാരുവിൻ്റെ പണിയാണ് കേട്ടോ. അത്തപ്പൂ ഇടാൻ എനിക്കറിയില്ല, നാരുവിനും എല്ലാം ഇടലായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ എല്ലാ പൂവും പിച്ചി ചീന്തി പൊളിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ നാരു ചെറിയ രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്തേക്ക് ഞാൻ വന്നില്ല, കാരണം ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് ഇങ്ങനെ ബാക്കി ചെറിയ അരിഞ്ഞു കൊടുക്കലും കാര്യങ്ങളും സഹായമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇരുന്ന് ഇളക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നാരും ചെറുതായിട്ടൊക്കെ ഇളക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫുള്ളായിട്ട് പൂ ഇളക്കിയിട്ട് കൊടുത്തത് ഞാനായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് അത്തപ്പൂ. ഇതിലും കിടലായിട്ട് നാരും ഞങ്ങളുടെ ഫസ്റ്റ് ഈ ഓണം ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്, അന്ന് ഇട്ടത് ഒരു കഥകളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അത് കിടലായിട്ടാണ് നാരു ചെയ്തത് കേട്ടോ. ഇത് ഇപ്പോഴത്തെ നമ്മുടെ ഓണപ്പൂവാണ്. ഇത് ഫുള്ള് നാരുവാണ് കേട്ടോ ചെയ്തത്. നന്നായിട്ട് അത്തപ്പൂ ഇടും, നല്ല രസമാണ്, നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. പക്ഷേ ആൾ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നല്ല രീതിയിൽ വരയ്ക്കും കേട്ടോ. അങ്ങനെ ബാക്കി പൂവൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ബുദ്ധനെ കൂടെ നന്നായിട്ടൊന്ന് അലങ്കരിച്ചു. അങ്ങനെ നമ്മുടെ വീട് ഫ്രണ്ട് ഇതാണ്. അറിയാമല്ലോ പഴയ വീടാണ്, എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളാലാവുന്ന രീതിയിൽ നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷം ഇതൊക്കെയാണല്ലോ. അങ്ങനെ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇതിപ്പം എൻ്റെ സ്വന്തം വീടാണ്. ഇവിടെ ഇപ്പം എല്ലാവരും ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ഒരു വീട്ടിലാണ് കേട്ടോ. അതായത് ജനിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീടായിരുന്നു ഇത്. അപ്പോൾ അമ്മാമ്മയായാലും എല്ലാവരും അപ്പൂപ്പനായാലും എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അമ്മാമ്മയൊക്കെ മരിച്ചുപോയി. അങ്ങനെ പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും അമ്മാമ്മയ്ക്കും ദൈവത്തിനും ഒക്കെ നമ്മൾ വെച്ചിട്ടാണ് പിന്നെ നമ്മളും കഴിക്കുന്നത് കേട്ടോ. കാരണം ഈ വീട്ടിൽ ഞാൻ ഓണം ആഘോഷിക്കുന്നിടത്തോളം കാലം ഫുള്ള് അമ്മാമ്മ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മാമ്മ മരിച്ചുപോയി. പിന്നെ ഇത് അടഞ്ഞൊക്കെ കിടന്നിട്ട് ഇപ്പം നമ്മൾ വീണ്ടും ഇവിടെ കയറിയതാണല്ലോ. അപ്പം നല്ല രീതിയിൽ ഈ വട്ടത്തെ ഓണം ആഘോഷിക്കണം എന്ന് നമുക്കുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അമ്മയാണ് ഇന്ന് ഫുള്ള് സദ്യ ഒരുക്കങ്ങൾ ഫുള്ള് അമ്മയാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെതൊക്കെയാണ് ക്യാബേജ് തോരനും പിന്നെ ചോറ് വെക്കലും പിന്നെ എന്തായിരുന്നു പായസം വെക്കലും പപ്പടം പൊരിക്കലുമായിരുന്നു എൻ്റെ പണി. ബാക്കിയെല്ലാം അമ്മയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവിടെ അവിയലാവുകയാണ്. അപ്പുറം മറ്റേ പച്ചടിയോ കിച്ചടിക്കുള്ള സംഭവം വേവിക്കാൻ വെച്ചേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് പരിപ്പാക്കുന്നുണ്ടമ്മ. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ ഈ എന്തിലായിരുന്നു ഇതെന്താ സംഭവം, അവിയലിലേക്ക് തക്കാളി അരിഞ്ഞിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം പച്ചക്കറി വെന്തിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞിടുകയാണ്. എന്നിട്ട് തേങ്ങയുടെ അരപ്പൊക്കെ അമ്മ ചേർക്കുകയാണ് കേട്ടോ.
പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര നല്ല സദ്യയായിരുന്നു. ഞാൻ എൻ്റെ ഇത്രയും കാലത്തിനിടയിൽ, അതായത് എൻ്റെ ഇത്രയും ഏജിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇലയിൽ ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാം കഴിച്ചു. എനിക്ക് സാധാരണ ഈ പച്ചക്കറി സദ്യ ഒന്നും അത്ര എൻ്റെ വീക്ക്നെസ് അല്ല. എന്നിട്ടും ഞാനിത് ഫുള്ള് കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങളെൻ്റെ അമ്മേനെ അച്ഛനെയൊന്നും ഇതിന് മുന്നത്തെ വ്ലോഗിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. ആദ്യം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ കാണിച്ചായിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ. അപ്പോൾ ദേ സദ്യയുടെ പരിപ്പൊക്കെ ആയിട്ട് അമ്മ ദേ അതൊക്കെ അവിടെ ചൂടാക്കുകയാണ്. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ അരപ്പൊക്കെ ഇട്ട് സെറ്റായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേവാൻ ഭയങ്കര സമയം എടുത്തു കേട്ടോ. കാരണം ആ പച്ചടിക്കുള്ളത് എന്തായിരുന്നത്, വെള്ളരിക്കയായിരുന്നു. വെള്ളരിക്കയ്ക്ക് ഇത്രയും വേവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ പരിപ്പിനുള്ള അരപ്പും കാര്യങ്ങളൊക്കെ അമ്മ ഇട്ടു. പിന്നെ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ തിരക്കിൽ നിൽക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ റെസിപ്പീസോ കാര്യങ്ങളോ ഫുള്ളായിട്ട് നടന്ന് വീഡിയോസോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. പറ്റുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഒരു റാൻഡമായിട്ട് എടുത്തു വെച്ചൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ അമ്മയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അമ്മയായിരുന്നു ഫുള്ള് സദ്യയും കാര്യങ്ങളും അതൊക്കെ സ്പോൺസർ ചെയ്തതൊക്കെ അമ്മയാണ്. സദ്യ അമ്മയും അച്ഛനും ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കുകയാണ്. അമ്മ അരപ്പൊക്കെ ഇടുമ്പോൾ അതെൻ്റെ കൈയാണ് കാണുന്നത്. ഞാനിട്ട് ഇളക്കി സെറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരാളുടെ ഫാഷൻ ഷോ ആണ്. കാരണം അച്ഛൻ നാറൂന് ഇങ്ങനെ ഓണക്കോടി എടുത്തു കൊടുത്തായിരുന്നു, ഷർട്ട് എടുത്തു കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഷർട്ട് ഇട്ടിട്ടുള്ള ഫാഷൻ ഷോ ആണ് ഈ കാണുന്നത്. ആൾ ഓൾറെഡി വേറൊരു ഷർട്ടാണ് മുന്നിൻ്റെ കൂടെ. ഫാഷൻ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. ഫാൻ ഇട്ടേക്കുന്നുണ്ട്, ചിലപ്പം കേൾക്കൂല പറയാം നമ്മള്. കൊള്ളാം. അങ്ങനെ ആ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഓണം എവിടം വരെ ആയി? ഞങ്ങളുടെ ഓണവും സൂപ്പറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കണം, വേറെ പണിയൊന്നുമില്ല. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ നാറുണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറാമാൻ ഞാനാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അമ്മ ഇവിടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഈ അമ്മയ്ക്ക് പാത്രം, എൻ്റെ പാത്രങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ ഈ മസാലപ്പൊടിയും കാര്യങ്ങളും ഒക്കെ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു എടുത്തും കൊടുത്തെങ്കിൽ അമ്മയ്ക്കും എളുപ്പമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മിക്സിയിൽ അരയ്ക്കേണ്ട കാര്യങ്ങളും ഒക്കെ അരച്ചും എടുത്തുമൊക്കെ കൊടുത്തു. അങ്ങനെ അമ്മയ്ക്ക് പിന്നെ എളുപ്പമായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ തേങ്ങയെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പെട്ടെന്ന് നമ്മൾ ഇതെല്ലാം ആക്കിയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ അടുത്ത ഈ പായസം എൻ്റെ വകയാണെന്ന്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാരു ദേ ഇവിടെ വന്നിന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ നാരു പോയി കുറച്ച് ഈ പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ എൻ്റെ പരിസരത്തേക്ക് ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് വാങ്ങിയത്. കാരണം എനിക്കങ്ങനെ സൗണ്ടുള്ള പടക്കം ഒന്നും ഇഷ്ടമല്ല. മാത്രമല്ല നമ്മുടെ ഇവിടെ പട്ടിക്കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ പേടിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ റെഡിയാണ്. ഇത് ഞാൻ വെച്ച ക്യാബേജ് തോരൻ, പിന്നെ ബീട്രൂട്ട് പച്ചടി, അവിയലുണ്ട്, ഇത് ഏത്തയ്ക്ക പച്ചടിയാണ് കേട്ടോ. പിന്നെ പരിപ്പ്, രസവും ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ചോറ് ഞാൻ വെച്ചതാണ്. പിന്നെ അച്ചാറുകളെല്ലാം അമ്മയാണ് കേട്ടോ. 4 ടൈപ്പ് അച്ചാറുണ്ട്. പിന്നെ വെളുത്തുള്ളി അച്ചാർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇഞ്ചിത്തീയലും, പിന്നെ ഈ വടുകപ്പുളി അച്ചാർ, മാങ്ങ അച്ചാർ, പിന്നെ ഈ വെള്ളക്കിട്ട നാരങ്ങ അച്ചാർ, പിന്നെ പച്ചടി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും, പായസം, പപ്പടം. അങ്ങനെ ആദ്യം നമ്മൾ ദൈവത്തിനും അമ്മാമിക്കും ഒക്കെയാണ് വിളമ്പിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കുള്ളത് നമ്മളിതേ വിളമ്പി ഞങ്ങൾ കഴിക്കാൻ പോകണം. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തില്ല, കാരണം എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മറന്നുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും നാരും വൈകിട്ട് ഓണമൊക്കെ ആയിട്ടൊന്ന് ബീച്ചിലൊക്കെ പോവാം എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥിരം പരിപാടിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ പാളിപ്പോയി. ബീച്ചിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടി ഇടാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു.
ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓണത്തിൻ്റെ അന്ന് ബീച്ചിൽ വരുന്നത് കേട്ടോ. അല്ലാതെ എപ്പോഴും വരുമെങ്കിലും ഓണത്തിൻ്റെ അന്ന് നമ്മളങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇത്രയും വലിയ പണി കിട്ടുമെന്ന്. ഇത് രണ്ടാമത്തോട്ടാണ് ഞങ്ങൾക്ക് ഈ അബദ്ധം സംഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം കണ്ട് ഏതോ ഒരു വിശേഷ ദിവസം അവധിയൊക്കെ ഉള്ളൊരു ദിവസം ഞങ്ങൾ ഈ വർക്കല ബീച്ച് കാണാൻ പോയി. അന്നും ഇതേ പണിയാണ് കിട്ടിയത്. അതേ പണി തന്നെ ഇപ്പോൾ ദേ ഇവിടെയും കിട്ടി കേട്ടോ. കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ വിട്ട് നമ്മൾ പോയി അങ്ങേ എത്തിയിട്ട് പോലും നമുക്ക് കാർ ഇടാൻ സ്ഥലം കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ അതുവരെ അങ്ങ് കറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ പൊതുവേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളങ്ങനെ ബീച്ചിൽ ഇറങ്ങാറൊന്നുമില്ല. ഇതുവരെ ഒന്ന് റൗണ്ട് അടിച്ച് ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവും, അത്രയാണ് പതിവ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഇവിടെ കയറി. കാരണം എനിക്ക് ഞാൻ ഈ സാമ്പ്രാണി പുകയ്ക്കുന്നതും അതിൻ്റെ ചാർക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ബക്കൂർ മുസ്ലിംസിനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ പുകയ്ക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിനുള്ളതൊക്കെ ഇവിടെ കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ബീച്ചിൽ പോണത് പണി പാളിയല്ലോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. കാരണം ഓണമാണല്ലോ, ഇറങ്ങിയ കാര്യമോ പാളിപ്പോയി. അങ്ങനെ പിന്നെ വേഫിൾ ഹൗസിൽ കയറി. അങ്ങനെ ഇവിടുന്ന് ഈ മുട്ട ചേർക്കാത്ത വേഫിൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാണ് ഞാൻ കഴിച്ചത്. കാരണം ഞാൻ ഇപ്പോൾ വെജ് വ്രതമായതുകൊണ്ടേ. അങ്ങനെ വേഫിൾ ഹൗസിൽ കയറിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വേഫിൾ വാങ്ങി. വേഫിൾ 2 വാങ്ങി, എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ഞാൻ അത് കഴിച്ചിട്ടു. കാരണം ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഡയറ്റ് തുടങ്ങാം എന്നുള്ള പ്ലാനിലിരിക്കുക. അപ്പോൾ ഇപ്പം തന്നെ കഴിച്ച് വേണ്ടതൊക്കെ തീർത്തോണമെന്ന് കരുതിയിട്ടോ. പിന്നെ കൂടുതലൊന്നും ചിക്കൻ നോൺ വെജൊന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാനൊന്നും ആരും ഇരിക്കണം. വേഫിൾസ് വന്നിട്ട് 1 ട്രിപ്പിൾ ചോക്ലേറ്റും 1 ന്യൂട്ടല്ല വേഫിളുമാണ് കേട്ടോ. എന്ത് ഓവർലോഡഡോ, ന്യൂട്ടല്ല ഓവർലോഡഡാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ന്യൂട്ടല്ല വേഫിളായിരുന്നു കേട്ടോ. ട്രിപ്പിൾ ചോക്ലേറ്റിലും ഞങ്ങൾക്ക് എപ്പോഴും ഫേവറേറ്റ് അതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്നിട്ട് ആ നേരത്തെ വാങ്ങി പടക്കമുണ്ടല്ലോ, അത് വേറെ ആരുമില്ല, ഇവിടെ 4 മാത്രമേ അത് പൊട്ടിക്കുള്ളൂ. 4 മാത്രം നിന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നെ ഇതിൻ്റെ അടുത്തേക്ക് നോക്കണ്ട, നിങ്ങൾക്ക് ആ ക്യാമറയിലെ ഷേക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം എനിക്ക് ഓരോന്നിലും ഞാൻ ഞെട്ടുക. ഇപ്പോൾ ഈ പൊട്ടിച്ച സംഭവമില്ലേ, ഇത് മേളിൽ പോയിട്ട് ഷൂന്ന് പറഞ്ഞ് പൊട്ടുന്ന സംഭവം. പക്ഷെ നിങ്ങൾ മേളിൽ പോയിട്ട് പൊട്ടുന്നതൊന്നും ഇതിൽ കാണില്ല. കാരണം ഞാൻ എൻ്റെ പരിസരത്തേക്കേ പോയിട്ടില്ല. 1 മീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓണം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കമൻസിലൊക്കെ അറിയിക്കുക കേട്ടോ. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതുവഴി അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻസ് വഴിയൊക്കെയാണ് അറിയുന്നത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.